36ാമത് മലപ്പുറം ജില്ലാ റവന്യൂ കലോത്സവം 5ാം ദിവസം സമാപനം നടക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ നിലവിൽ 6ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. സമയം 12:30 കലോത്സവ നഗരിയിൽ ഇനിയും കൊടിയിറങ്ങിയിട്ടില്ല. എല്ലാവരും എന്താണ് റിസൾട്ട് എന്നെല്ലാം അറിയാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നുന്നതും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് പേഴ്സണലി തോന്നിയതാണോ എന്നറിയില്ല. ഇവരുടെ പെർഫോമൻസ് കണ്ടു, ഒന്നും പറയാനില്ല. കോൽകളി മുൻപ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. എന്തോ ഒരു പ്രത്യേക ഫീൽ ഇവർ കളിക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം. എനർജി ലെവലാണ് എന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ഒത്തൊരുമയാണെന്നുണ്ടെങ്കിലും ഈ കയ്യിലിരിക്കുന്ന സംഭവത്തിന് അത്യാവശ്യത്തിന് വെയിറ്റ് ഇല്ലേ? ഉണ്ടോ? വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. ഇതിന് വെയിറ്റ് ഉണ്ട് എന്നേ എനിക്ക് തോന്നുന്നില്ല. ഇവര് കളിക്കുന്ന കാണുമ്പോ ഈ സാധനം എന്തോ വെയിറ്റ് ഇല്ലാത്ത തെർമോകോൾ പോലെയൊക്കെ എനിക്ക് തോന്നുന്നേ. പക്ഷെ സംഭവത്തിന് നല്ല വെയിറ്റ് ഉണ്ടെന്ന് മാത്രമല്ല, മക്കളുടെ എനർജി കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ ഏത് സ്കൂളാണ്? എല്ലാവരും ഹയർ സെക്കൻഡറി ആണോ? ഹൈസ്കൂൾ വിഭാഗമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാരണം കലോത്സവ നഗരിയിലെ ഏകദേശം അവസാനത്തെ പ്രോഗ്രാം ആയിരുന്നു നിങ്ങളുടെ. ഓൾറെഡി ഈ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും ഇത് കണ്ടിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് ഓൾറെഡി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പെർഫോം ചെയ്ത് ഇറങ്ങിയ സമയത്ത് കൂടെയുള്ളവരൊക്കെ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? അതായത് ഫസ്റ്റ് കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? അതായത് നിങ്ങളുടെ പെർഫോം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു എന്നെ കിട്ടും എന്നുള്ളൊരു. എത്ര കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? 6 മാസമായി. 6 മാസമായിട്ട് അതിന്റെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചെങ്കിൽ ഞങ്ങളും ഇതിൽ ഇനിയിപ്പോ സമാപന വാർത്ത റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾക്കും ഇത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. ആരാണ് പഠിപ്പിച്ചു തന്നത് കോൽക്കളി? മഹറൂഫ് കോട്ടകൽ സാർ ഇവിടെ ഉണ്ടോ? സാർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഏറെ ലേറ്റ് ആയിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സ്കൂളിലെ ബാക്കി സാർമാരൊക്കെ വന്നിട്ടുണ്ട്. പാരന്റ്സും വന്നിരുന്നു. എല്ലാവരും അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഫുൾ സപ്പോർട്ട് തന്നിരുന്നു സ്കൂളിൽ നിന്നും എല്ലാ തരത്തിലും അല്ലേ? എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും നല്ല വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഈ വൈകിയ വേളയിലും കലോത്സവ നഗരിയിൽ നിന്നും മികച്ചൊരു കാഴ്ച നമ്മൾക്ക് വേണ്ടി സമ്മാനിച്ച മക്കൾക്ക് എന്തായാലും തുടർന്നും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലോത്സവ നഗരിയിലെ അവസാനത്തെ വാർത്ത എന്ന നിലയിൽ നമ്മൾ ഈ റിപ്പോർട്ടിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.